എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കുഴിപ്പനിയാരം ഉണ്ടാക്കട്ടെ. മധുരമുള്ള പനിയാരമാണ് നമ്മളിന്ന് ഉണ്ടാക്കണത്. നമ്മൾ നേരത്തെ എരിവുള്ള പനിയാരം ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പനിയാരം തമിഴ്നാട്ടിലാണ് ഇതിനെ കുഴിപ്പനിയാരം എന്നാണ് പറയണത്. മറ്റ് ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും തെലങ്കാനയിലൊക്കെ ഈ പനിയാരം ഫേമസ് ആണ് കേട്ടോ. അവിടെയൊക്കെ ഇത് അവരുടെ ഭാഷയിലാണ് പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പനിയാരം നമുക്ക് പല ബാറ്റർ കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. റാഗി കൊണ്ടോ അരിപ്പൊടി ആട്ടമാവ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കാം. നമ്മളിന്നിവിടെ റവ ഉപയോഗിച്ചിട്ടാണ് ഈ മധുരമുള്ള പനിയാരം ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളിത് പനിയാരച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുഴിയപ്പച്ചട്ടി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയല്ല, പനിയാരച്ചട്ടി. അത് കാണിച്ചു തരാം. രണ്ടും വ്യത്യാസമുണ്ട്, ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് ഈ പനിയാരം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വറുക്കാത്ത റവ വേണം എടുക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. വറുത്ത റവയാകുമ്പോൾ അത് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അര കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ. വല്ലാണ്ട് കട്ടിയില്ലാണ്ട് ഒരു പാകത്തിനുള്ള ഒരു ലൂസിൽ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക വേണ്ട. അപ്പോൾ ആദ്യം നമ്മൾ അര കപ്പ് മുഴുവനായിട്ട് ഒന്ന് ഒഴിച്ച് മിക്സാക്കി വെക്കുന്നുണ്ട്. കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. റവ ആയതുകൊണ്ട് നന്നായിട്ട് അതിലേക്ക് വലിച്ചെടുക്കും, വെള്ളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പോരാട്ടോ, കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് മധുരം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒന്ന് വലിച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പിന്നെ ആവശ്യാനുസരണം നമ്മൾ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മതിയിട്ട് ഈ ഒരു ലെവലിൽ ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ, നന്നായിട്ട് വലിഞ്ഞ് വരട്ടെ. മൂടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇത് വലിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു മിക്സി ജാറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നേന്ത്രപ്പഴമാണ് കേട്ടോ. അത് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ, ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മാത്രമേ വേണ്ട. ഒരു കപ്പ് റവയ്ക്ക് പകുതി നേന്ത്രപ്പഴമാണ് ആവശ്യമുള്ളൂ. ചെറുപഴം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ചെറുപഴം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും, ഒരെണ്ണം എടുക്കുക. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റവയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് പഴം അധികം ആവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റായി പോവും. അപ്പോൾ ഇതൊരു പാകമാണ്, അര കഷ്ണം പഴം ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് ശർക്കര പാനി തന്നെ എടുത്തിട്ടുണ്ട്. അര കപ്പ് ശർക്കര പാനി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അര കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട. ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ളത് മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തരിയില്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇനി മിക്സ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ അത്ര മതിയാവും ഒരു കപ്പിന്, ഒരു കപ്പ് റവയ്ക്ക്. അപ്പോൾ ചിരകിയ നാളികേരം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കറുത്ത എള്ളാണ് കേട്ടോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നാളികേരം ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായാൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എള്ളും അതിൻ്റെ ഒപ്പം തന്നെ ആയി കിട്ടിക്കോളും. അത്ര തന്നെ മതി, അധികം നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റവ നമുക്കിനി തുറന്ന് നോക്കാം. റവയിലത്തെ ആ വെള്ളമെല്ലാം നന്നായിട്ട് ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. തീരെ വെള്ളമില്ലാത്ത രീതിയിൽ കണ്ട നന്നായിട്ട് ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരവും എള്ളും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഴം അരച്ചിട്ട് ബാക്കിയുള്ള ശർക്കര പാനിയാണ്, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിനൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൊടി കൂടെ ചേർക്കുന്നുണ്ട് റവയുടെ ഒപ്പം തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് മിക്സാക്കിയിട്ട് ഇതിലത്തെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മധുരം ഈ സമയത്ത് നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ പിന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ എത്രയും ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ അവിടെ മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടായിരുന്ന ബാക്കിയുള്ള മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആകെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ശർക്കര പാനിയുടെയും വെള്ളത്തിൻ്റെ അളവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പരുവത്തിന് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ആട്ടമാവ്. അതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്, റവയല്ല, അപ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം, അത്രേ വേണ്ടൂ. ഇനി ഇത് സ്പൈസസ് നമുക്ക് ചേർക്കണം. അത് ഇതിലത്തെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ തന്നെ ഒഴിച്ചിട്ടുള്ളൂ. അത് ബാറ്റർ ഒന്ന് 3 ഡൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്.
അത്ര മാത്രം മതി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയൊക്കെ വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, വീർത്ത് വരണം എന്നുള്ളവർക്ക്. ഞാൻ ഇപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതേ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരിവാണ്, വിട്ട് വിട്ട് വീഴണം മാവ്. ഈ ഒരു പരുവത്തിനാണ് ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കേണ്ടത്. വല്ലാണ്ട് ലൂസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പനിയാരം എല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്തിരി കട്ടിയിൽ തന്നെയാണ് ഈ ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് കേട്ടോ, ജീരകം പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവർ ആയിരിക്കും ഈ രണ്ട് മിക്സ്. നമ്മൾ വെളിച്ചെണ്ണ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചേർത്തിരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. പനിയാരച്ചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഈ ഒരു പനിയാരച്ചട്ടി ഞാൻ ആദ്യം പാത്രങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്ളോഗ് ഇട്ടിരുന്നു, അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം നമ്മൾ എരിവുള്ള പനിയാരം ഉണ്ടാക്കിയതും ഇതേ ചട്ടിയിലാണ്. അതിൻ്റെ വക്ക് കണ്ട, വക്ക് ഇത്തിരി കുറവായിരിക്കും. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അപേക്ഷിച്ച് നോക്കുമ്പോൾ പനിയാരച്ചട്ടിയുടെ വക്ക് കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കാണ് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ ഈ പനിയാരം നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ വല്ലാണ്ട് അങ്ങോട്ട് വെളിച്ചെണ്ണയിലോ എണ്ണ എന്താ ഒഴിക്കണമെന്ന് വെച്ചാൽ അതിൽ കുളിപ്പിച്ച് അങ്ങോട്ട് എടുക്കില്ല. കുറച്ച് നെയ്യ് മാത്രം, നെയ്യിലാണ് നമ്മൾ ഈ ഒരു പനിയാരം ഉണ്ടാക്കേണ്ടത് കേട്ടോ. നെയ്യ് മാത്രം ഒഴിക്കണ്ടോ. നെയ്യ് കുറച്ച് ആ ഒരു അരയുടെ താഴെ കണ്ട് ഓരോ കുഴിയിലും അളവ് അത്രയും ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ പനിയാരം കോരി ഒഴിക്കുക. ഒരു 1/4 ഭാഗത്തോളമൊക്കെ കോരി ഒഴിച്ചാൽ മതിയാവും മാവ്. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ മൂടിയും ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയിട്ടുള്ളതാണ്, ഈ ചട്ടിയുടെ ഒപ്പം തന്നെ കിട്ടിയതാണ്. അപ്പോൾ മൂടിയിൽ നിന്ന് വെള്ളം അതിലേക്ക് തന്നെ വീഴും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ, ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ആ വെള്ളം ഒന്ന് കളഞ്ഞോളൂ. അപ്പോൾ ഈ ഒരു പനിയാരച്ചട്ടി ഞാൻ ആദ്യം പാത്രങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്ളോഗ് ഇട്ടിരുന്നു, അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം നമ്മൾ എരിവുള്ള പനിയാരം ഉണ്ടാക്കിയതും ഇതേ ചട്ടിയിലാണ്. അതിൻ്റെ വക്ക് കണ്ട, വക്ക് ഇത്തിരി കുറവായിരിക്കും. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നെയ്യ് ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രം, അത്രേ വേണ്ടൂ. നെയ്യിൽ തന്നെയാണ് കേട്ടോ ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള പനിയാരങ്ങൾ, നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനിയാരങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്ന് എടുക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.